അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇളം ചക്ക കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. അതിന് ഒരിളം ചക്കയുടെ പകുതി, ഒരു ചെറിയ ഒരിളം ചക്കയുടെ പകുതി ഞാൻ എടുത്ത് ഇതുപോലെ കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, നല്ല വലിയൊരു സവാളയായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങയോളം ഇതിന് വറുത്ത് ചേർക്കണം. വറുത്തരയ്ക്കണം, അതിന് ചേർക്കാൻ വേണ്ടി തേങ്ങ. അതിനകത്തിടാൻ 2 പച്ചമുളക്, ഒരു ശകലം തേങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചേർക്കാൻ ഇത്രയും മസാല കൂട്ടും എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തിൽ അരച്ച് ചേർക്കുവാണ് അതിൻ്റെ കൂടെ. ഇനി ഇത് വറുത്തെടുക്കാൻ പോവുകയാണ്. ഈ തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കാനാണ്. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും. തേങ്ങ ഇത്രയും മൂത്താൽ മതി. ഒത്തിരി മൂത്താൽ ഒരു ഒത്തിരി അങ്ങ് മൂത്താൽ കരിഞ്ഞു പോകുന്നു. ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇതിനകത്തിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഒന്നൊന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കുകയാണ്. ഇതിനകത്തിട്ട് 2 കരിയാപ്പിലൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് വറുത്ത് ഇനി ഇത് നിറഞ്ഞ് ഒരു പാത്രത്തിലോട്ട് കോരി വെക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. സവാള ആഡ് ചെയ്യുകയാണ് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്. വഴന്ന് വരുമ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നത് അതുകൂടി ഇങ്ങോട്ട് ചേർത്താണ്. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി, ഒന്ന് വളരട്ടെ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള എല്ലാം ഒന്നുകൂടെ വളരാൻ. അത്രയും പോരാ ഉപ്പ്. ഞാനിപ്പോൾ അത് ഒന്ന് വളരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. കരിയാപ്പില, ഞാൻ അതിൽ വെച്ചിരിക്കുന്ന ഇളം ചക്കയുടെ ഇതിനകത്തോട്ട് ചേർത്താണ്. എണ്ണയ്ക്കകത്ത് അത് നല്ലപോലെ ഒന്ന് തേങ്ങ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശകലം കൂടി ഉപ്പ് ചേർക്കുകയാണ്. അന്നേരം വളരാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപ്പിട്ടുള്ളായിരുന്നു. ഈ കഷ്ണത്തിനും പിടിക്കേണ്ട ഉപ്പ്, അതിനുവേണ്ടി ശകലം കൂടെ ഉപ്പ് ചേർക്കുകയാണ്.
ഇളഞ്ചക്ക ഒന്ന് വേവാൻ വേണ്ടി ഇതിന് ഒരു 3/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കിടന്നതൊന്ന് വേവട്ടെ. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ മസാല കൂട്ടും കൂടെ അതിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ അരച്ചെടുത്തിട്ട് ഇതിനകത്ത് ചേർക്കണം. ഇത് അരച്ചെടുക്കട്ടെ. ഇളഞ്ചക്ക മസാലക്കറിയുടെ ഇളഞ്ചക്ക വെന്തു. ഇനി അതിനകത്തിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. നമ്മുടെ ഇളഞ്ചക്ക മസാലക്കറി റെഡി. അതിനകത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കരിയാപ്പിലയും നല്ല മുളകും വറ്റൽമുളകും കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ശരി. ചിക്കൻ കറി പോലെ ഇരിക്കും ഇത്. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ മസാലക്കറി റെഡിയായി. ഇത് ചിക്കൻ കറി പോലെ ഇരിക്കും നമ്മളിത് കൂട്ടാൻ വെച്ചാൽ. അത് ചിക്കൻ കറി പോലും തോറ്റു. അതേപോലെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.